ധർമ്മസ്ഥലയിൽ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ 6ാം ദിവസത്തെ പരിശോധന തുടങ്ങി. സ്പോട്ട് 11-ലാണ് പരിശോധന. മുഹമ്മദ് റഹീസ് സുരംഗം ചേരുന്നു. റഹീസ്, ഏറ്റവും നിർണായകമായ ഭൂമി കുഴിച്ചുള്ള പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഈ പറയുന്ന കാലഘട്ടത്തിൽ ഏറ്റവും നിർണായകമായ തെളിവുകൾ വ്യവസ്ഥാപിതമായി പോലീസ് നശിപ്പിച്ചു എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ധർമ്മസ്ഥല കുറച്ചുകൂടി സീരിയസ് ആവുന്നു കാര്യങ്ങൾ. റഹീസ്, അശ്മി, തീർച്ചയായും കുറെ കൂടി സീരിയസ് ആവുകയാണ്. കാരണം ഈ രേഖകളൊക്കെ നശിപ്പിച്ചിരിക്കുന്നത് 2000 മുതൽ 2015 വരെയാണ്. ഈ ശുചീകരണ തൊഴിലാളി ഇവിടെ ജോലി ചെയ്തിരിക്കുന്നത് 1998 മുതൽ 2014 വരെയാണ്. അതായത് അദ്ദേഹം ഇവിടെ ജോലി ചെയ്ത കാലത്ത് ആരൊക്കെ അസ്വാഭാവികമായി മരിച്ചു, അസ്വാഭാവിക മരണങ്ങളുടെ എണ്ണം എത്രയാണ്, തൂങ്ങി മരണങ്ങളുടെ എണ്ണം എത്രയാണ്, അങ്ങനെ പല രേഖകളും ഒന്നും ഇപ്പോൾ ബെൽത്തങ്കാടി പോലീസ് സ്റ്റേഷനിലില്ല. അപ്പോൾ ആ 15 വർഷത്തെ രേഖകളൊക്കെയും കോടതിയെ സമീപിച്ച് ഈ കേസുകളൊക്കെ പഴയതാണ്, ഇതിന് കൃത്യമായ രേഖകളൊന്നുമില്ല, യാതൊരു തുമ്പും ലഭിച്ചിട്ടില്ല, പല കേസുകൾക്കും ആരും ഫോളോ അപ്പുമായി വരുന്നില്ല എന്നൊക്കെ കാട്ടി കോടതിയിൽ വ്യവസ്ഥാപിതമായ നിയമപ്രകാരം തന്നെയാണ് ഇവർ ഇത് നശിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ നശിപ്പിച്ചിരിക്കുന്നത് 2023 നവംബറിലാണ്. ആ സമയത്ത് തന്നെ നിരവധി കേസുകൾ, നിരവധി ആരോപണങ്ങൾ ഈ വിഷയവുമായി നിലനിൽക്കുന്ന സമയം കൂടിയാണ്. പല കേസുകളിലും കോടതിയിലുണ്ട്. പലതിൻ്റെയും അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഇരകളൊക്കെ രംഗത്ത് വരുന്നു, അവരുടെ ബന്ധുക്കൾ രംഗത്ത് വരുന്നു. ആ ഘട്ടത്തിൽ കൂടിയാണ് പോലീസ് ഈ ഒരു 15 വർഷ കാലയളവിലെ രേഖകൾ മുഴുവനും നശിപ്പിച്ചത്. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ ആ രേഖകളില്ല എങ്കിലും പഞ്ചായത്തിൽ ആ രേഖകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇതിനു മുൻപ് വിവരാവകാശ രേഖ പ്രകാരം ഒരാൾ എടുത്തിരുന്ന രേഖ കൂടി ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ SIT സംഘം 2 ദിവസം മുൻപ് തന്നെ ബെൽത്തങ്കാടി പോലീസ് സ്റ്റേഷനിലും ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലും ഒക്കെ എത്തി കളക്ട് ചെയ്തിരുന്നു. എന്തായാലും അങ്ങനെ പോലീസ് വെറുതെ അങ്ങ് ഇതില്ലാതാക്കിയെന്ന് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിലും നേരത്തെ അവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളൊക്കെയും പരിഗണിക്കുമ്പോൾ ഇത് സാധാരണ നിയമപ്രകാരം സ്വാഭാവികമായി ഇല്ലാതാക്കിയതാണ് എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അതൊരു വശത്ത് നിൽക്കുന്നു. മാത്രമല്ല, ഇന്നിപ്പോൾ 6ാം ദിവസത്തെ പരിശോധന തുടങ്ങിയിരിക്കുകയാണ്. 11, 12, 13 സ്പോട്ടുകളാണ് ബാക്കിയുള്ളത്. 11ഉം 12ഉം വനത്തിനുള്ളിലുള്ള സ്പോട്ടുകളാണ്. 13 നേത്രാവതി പുഴയുടെ വലതുവശത്തായി റോഡിൽ ഉള്ള ഒരു സ്പോട്ട് തന്നെയാണ്. നിലവിൽ അതൊരു റോഡ് കൂടിയാണ്. അപ്പോൾ അവിടെയാണ് 13ാം സ്പോട്ടിലെ പരിശോധന നടക്കേണ്ടത്. ഇതിനിടയിൽ ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തണം എന്നുള്ള അഭിഭാഷകരുടെ ആവശ്യം, അതായത് ഈ അനന്യ ഭട്ടിന്റെ അമ്മയുടെ അഭിഭാഷകരുടെ ആവശ്യം കൂടി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇത് ഏത് തരത്തിലാണ് SIT പരിഗണിക്കുക എന്നറിയില്ല. നമ്മൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ചില വിവരങ്ങൾ പ്രകാരം ഇന്നും ചില മിസ്സിംഗ് കേസുകളൊക്കെ SPക്ക് മുന്നിൽ വരും. ആ കേസുകൾ കൂടുതൽ സ്ട്രോങ് ആയി വരികയാണ്. ഹാഷ്മി, ഓക്കെ. മുഹമ്മദ് റഹീസാണ് ധർമ്മസ്ഥലയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ പരിശോധന നടക്കുന്നു, കൂടുതൽ അസ്ഥികൂടങ്ങൾ കണ്ടെടുക്കുന്നുണ്ട്. അതിനിടയിലാണ്, അതിനു മുമ്പും അതിനുശേഷമുള്ളതല്ല, നമ്മൾ ഈ പറയുന്ന കാലഘട്ടത്തിൽ ഏറ്റവും നിർണായകമായ ഫയലുകൾ അത് മൊത്തം നശിപ്പിച്ചു കളഞ്ഞു എന്ന് പോലീസ് RTക്ക് മറുപടി കൊടുക്കുന്നു. വെറുതെ നശിപ്പിച്ചതല്ല, വ്യവസ്ഥാപതമായി അവർക്ക് അവരുടേതായ മാർഗ്ഗങ്ങളുടെ കോടതിയിലൊക്കെ പോയി ഈ പറയുന്ന സമയത്തെ മാത്രം ഫയലുകൾ ഏത് രീതിയിൽ നശിപ്പിക്കപ്പെടുന്നു എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. ധർമ്മസ്ഥലയിലുള്ള ആളുകൾ ചെറിയ ചില്ലറക്കാരല്ല.